പലരുടെയും ഡൗട്ടാണ് ഫേസ്ബുക്കിൽ എങ്ങനെ പേ ഔട്ട്. നിങ്ങൾക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തിരിക്കണം. അതിന് മുമ്പേ തന്നെ നമ്മൾ ഫേസ്ബുക്ക് പേ ഔട്ട് സെറ്റപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് ഫേസ്ബുക്കിൽ വന്ന് കിടപ്പ് കാണും. അത് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ചെയ്തേക്കുക. കാരണം നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടി പിന്നെ നമുക്ക് പൈസ കിട്ടാൻ തുടങ്ങുവാണ്. പൈസ കിട്ടാൻ തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് അക്കൗണ്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പേ ഔട്ട് ഓപ്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടാൻ ഡിലേ വരും. അപ്പോൾ അവരൊരു ഡേറ്റ് തന്നിട്ടുണ്ട്, ഇന്ന ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന ഡേറ്റിനുള്ളിൽ നിങ്ങൾ പേ ഔട്ട് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പേ ഔട്ട് സെറ്റിങ്സിന് ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പായിട്ട് അത് നിങ്ങൾ പേ ഔട്ട് സെറ്റ് ചെയ്യുക. അതിനായിട്ട് പേ ഔട്ട് സെറ്റ് ചെയ്യുമ്പോൾ പലർക്കും പല ഡൗട്ടുകളാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഫസ്റ്റ് നെയിമാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലൊക്കെയുള്ള ഫസ്റ്റ് നെയിമായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിളാണ് എൻ്റെ കേസിലാണെങ്കിൽ സൗമ്യ എന്നാണെങ്കിൽ സൗമ്യ എന്നുള്ള പേരുണ്ട്. എനിക്ക് മിഡിൽ നെയിം ഇല്ല. എൻ്റെ സർനെയിം ജോസഫ് എന്നാണ് കിടക്കുന്നത്. അത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലും ഒഫീഷ്യൽ എല്ലാ പ്ലേസിലും അത് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അത് സർനെയിമായിട്ട് ഞാൻ ജോസഫ് കൊടുത്തു. മിഡിൽ നെയിം ഇല്ല. ചിലർക്ക് മിഡിൽ നെയിമായിട്ട് ചിലരുടെ വീട്ടുപേര് അങ്ങനെയൊക്കെ പേരുകളുണ്ട്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ചിലർക്ക് ഏഞ്ചൽ മേരി ജോസഫോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ മേരി എന്നുള്ള മിഡിൽ നെയിം ഉണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ആ മിഡിൽ നെയിമിൻ്റെ അവിടെ ആ മിഡിൽ നെയിം ചേർക്കണം. അത് കഴിഞ്ഞ് അവർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒഫീഷ്യലി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിൽ കിടക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ബാങ്കിൽ ഉള്ള കൊടുത്തേക്കുന്ന ആ ഡേറ്റ് ഓഫ് ബർത്തും രണ്ടും സെയിം ആണോ നോക്കണം. ആ സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പം ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് തരം അക്കൗണ്ടാണെന്നുള്ളത്. ഏതെന്നുള്ളത് ബിസിനസ് അക്കൗണ്ടൊന്നും ചെയ്യരുത്, ഇൻഡിവിജ്വലാണ്. നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ടൈപ്പ് ഓഫ് അക്കൗണ്ടിൻ്റെ ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട നമ്മൾ പേ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് ചോദിക്കും. ഇപ്പം നമ്മുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ താമസിക്കുന്നിടത്തെ അഡ്രസ്സ്, നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയിലുള്ളവരാണെങ്കിൽ അവരുടെ വീട്ടുപേര്, പിന്നെ അവരുടെ സ്ഥലം, ഇപ്പോൾ അവിടെയുള്ള സ്ഥലം കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഏത് കൺട്രി ആണെങ്കിൽ ഇന്ത്യ എന്ന് മെൻഷൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ എനിക്കുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടും കിടക്കുന്നത് UK ആയതുകൊണ്ട് തന്നെ ഞാൻ UK ഇവിടുത്തെ ഞങ്ങളുടെ ഹൗസ് നമ്പറും അതിൻ്റെ നമ്മൾ താമസിക്കുന്ന അവിടുത്തെ ടൗണിൻ്റെ പേര് UK എന്നുള്ള UK എന്നും മെൻഷൻ ചെയ്തേക്കാണ്. നിങ്ങളാണ് ഇന്ത്യയിൽ മെൻഷൻ ചെയ്യുക. പിന്നെ ആണെങ്കിൽ അവർ പാൻ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട്. പാൻ കാർഡ് നമ്പർ എന്ന് പറയുമ്പോൾ പാൻ കാർഡ് ഇന്ത്യയിലെ ഓപ്ഷൻ കൊടുത്തവർ പാൻ കാർഡ് നമ്പർ കൊടുക്കുക. ഇപ്പോൾ UK അവർ പാൻ കാർഡ് നമ്പർ കൊടുക്കണ്ട. അതിന് ബദലായിട്ട് അവർക്ക് ഒന്നെങ്കിൽ ഇവിടുത്തെ പാസ്പോർട്ട് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ബാങ്കിലെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഞാൻ പാൻ കാർഡ് ഡീറ്റെയിൽസ് എന്നോട് പാൻ കാർഡ് ഡീറ്റെയിൽസ് ചോദിച്ചില്ല, കാരണം UK വെച്ചുകൊണ്ടാണെന്ന് തോന്നും. അത് കഴിയുമ്പോൾ ഒരു TIN നമ്പർ. TIN നമ്പർ എന്ന് പറയുമ്പോൾ നമ്മളവർക്ക് ഇത് എന്തുവാന്നുള്ളത്, ഇത് ടാക്സിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് ടാക്സിൻ്റെ നമ്പറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്നുള്ളവർക്കാണ് ടാക്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പം UK ഇങ്ങനെയുള്ള രാജ്യത്തുള്ളവർക്കാണെങ്കിൽ അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ TIN നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ NI നമ്പറാണ്, നാഷണൽ ഇൻഷുറൻസ് നമ്പർ. അത് SL അങ്ങനെ പറയുന്നത് നമുക്കറിയാം. നമ്മുടെ പേയ്മെൻറ്റ് സ്ലിപ്പിൽ കിടപ്പുണ്ട്, അത് അറിയാമല്ലോ എല്ലാവർക്കും NI നമ്പറാണ്. അപ്പോൾ ആ NI നമ്പറാണ് അവിടെ ആഡ് ചെയ്യേണ്ടത്. അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് കണക്റ്റ് ആകും. അത് ബാക്കി നമുക്ക് എന്നാലേ അത് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആ ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ അത്രയും ഭാഗങ്ങൾ ഓക്കെ ആയി. പിന്നെ നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. പിന്നെ ഫോൺ നമ്പർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഫോൺ നമ്പർ ചോദിക്കുമ്പോൾ ഇപ്പം നമ്മുടെ ഫോൺ നമ്പർ ഏത് രാജ്യത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്, ഇപ്പം നാട്ടിലുള്ളവർക്കാണെങ്കിൽ +91 സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ UK നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൺട്രി കോഡ് ചോദിക്കുന്നത് +44 വരുന്ന രീതിയിലാണ് UK അപ്പോൾ ആ ഡീറ്റെയിൽസ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. അത്രയും കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫോൺ സെറ്റിങ്സ് ആയി. പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, നാട്ടിലാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ IFSC കോഡ് അത് ആണ് നമ്മളോട് ചോദിക്കുന്നത് ഇന്ത്യയിലുള്ളവർക്ക്. അതേസമയം UK അക്കൗണ്ട് നമ്പറും സോർട്ട് കോഡും ചോദിക്കും. ആ അക്കൗണ്ട് നമ്പർ സോർട്ട് കോഡും കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക.
പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടൈപ്പ് കൊടുത്തേക്കുന്ന ബിസിനസ് ടൈപ്പ് അല്ല, ഇൻഡിവിജ്വൽ എന്ന് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ റോങ് ഇൻഫർമേഷൻ വന്ന് പിന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പേ ഔട്ട് സെറ്റ് ആകത്തില്ല. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് അത്ര സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് പേ ഔട്ട് സെറ്റിങ് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് പോലെ വരും, ലൈക്ക് നോട്ടിഫിക്കേഷൻ വരും ഫേസ്ബുക്കിൽ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അവിടുന്ന് തന്നെ കാണിക്കും. പിന്നെ കുറച്ച് ദിവസം ചിലപ്പോൾ ഇച്ചിരി ഡിലേ കാണിക്കും, നിങ്ങളുടെ പേയ്മെൻറ്റ് ഇത്ര ദിവസം കഴിഞ്ഞ് ആകുള്ളൂ എന്ന് പറഞ്ഞാൽ ഡേറ്റ് മാറി മാറി കാണിക്കും. കാരണം അത് പേയ്മെൻറ്റ് നമ്മുടെ ആയിട്ടില്ല. ഇപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 25 പൗണ്ടൊക്കെ ഇപ്പോൾ ഏത് ട്രാൻസാക്ഷൻ ടൈപ്പ് ചോദിക്കുവാണെങ്കിൽ ഞാൻ കൊടുത്ത ബാങ്ക് ട്രാൻസ്ഫർ ആണ്, നമുക്കതാണ് ഈസി. അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് എനിക്കൊന്ന് പേയ്മെൻറ്റ് കുറച്ച് കട്ട് ചെയ്ത് പോകും തോന്നുന്നു. അപ്പം ഞാൻ കൊടുത്ത ബാങ്ക് ട്രാൻസ്ഫർ, അപ്പം മണി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളും. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു $25 കണക്കിലാണല്ലോ, $25 വന്നു കഴിയുമ്പോഴേ നമുക്ക് ആ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മിനിമം ഇപ്പോൾ $25 എല്ലാവർക്കും ഇപ്പോൾ അവരുടെ വ്യൂ അനുസരിച്ച് ചിലപ്പോൾ കുറവായിരിക്കും, കുറച്ച് സമയം എടുക്കും. എനിവേ നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ പേ ഔട്ട് ചെയ്യും മാസമാകുമ്പം. പക്ഷേ $24 എങ്കിലും മിനിമം ആയാൽ മാത്രമേ നമുക്കത് വിഡ്രോ ചെയ്യാൻ ഓപ്ഷനുള്ളൂ. അത് അതിന് മേലായിട്ടുണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. അപ്പം അതാണ്, അത്രയേ ഉള്ളൂ. നമുക്ക് ബാങ്ക് സെറ്റ് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ പലരും പെട്ടെന്ന് എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഇൻഡിവിജ്വൽ ബിസിനസ്സിൻ്റെ ആ ഒരു ടൈപ്പ് എഴുതുന്നതിലാണ് തെറ്റിപ്പോകുന്നത്. ബാക്കിയൊക്കെ അത്യാവശ്യം അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. അത് കഴിയുമ്പോൾ ബാങ്ക് പേ ഔട്ട് ഓപ്ഷൻ വളരെ പ്രോപ്പറായിട്ട് സെറ്റായി കിട്ടും. പിന്നെ നമ്മൾ സാലറി നമ്മുടെ ഇത് വരുന്നതിന് വ്യൂ അനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. പൈസ നമുക്ക് വരുന്നതിനനുസരിച്ച് നമുക്ക് 25 പൗണ്ട് എപ്പോഴാകുന്നോ അന്നേരം വിഡ്രോ ചെയ്യാം. അത് കൂടുതൽ വെയിറ്റ് ചെയ്യാം. പിന്നെ ദിവസം ആകണമെന്നൊന്നുമില്ല. ഒരു അന്നേരം മാസം എൻ്റെ ആകാനാകുമ്പോഴേക്കും അവർ അതിപ്പം ഓരോ മാസത്തിൽ ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ 25 ആകുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ സ്റ്റാർസിന് നമുക്കൊരു പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഇത് കണ്ടന്റ് മോണിറ്റൈസേഷൻ്റെ കാര്യം കേട്ടോ. സ്റ്റാർസിന് നമുക്ക് വേറെ കിട്ടുന്നുണ്ട്. സ്റ്റാർസിനായാലും മിനിമം 25 പൗണ്ട് വേണം. ഇപ്പം സ്റ്റാർസ് ആരെങ്കിലും നമുക്ക് സ്റ്റാർസ് ഇതിനയച്ചാലേ നമുക്ക് സ്റ്റാർസ് കിട്ടുള്ളൂ. അതിൽ ഈസി നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷനിലൂടെ കിട്ടുന്ന പേയ്മെൻ്റ് ആണ്. അത് നമുക്ക് എല്ലാ തരത്തിലും കിട്ടും. അപ്പം പേ ഔട്ടിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഇതുവരെ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഇനി ഫർദർ ഇൻഫർമേഷനിൽ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയക്കാം. എന്നാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.